ഹലോ കൂട്ടുകാരെ, എൻ്റെ മളൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഡേ ഇൻ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ക്ലീനിങ് പരിപാടി ഉണ്ട് കേട്ടോ. മൊത്തം പായലൊക്കെ പിടിച്ച് മൊത്തം നാശമായി കിടക്കുകയാണ്. അപ്പോൾ അത് കാരണം നമ്മളിന്ന് ക്ലീനിങ് ആണ്. അവിടെ തുടങ്ങി ആദ്യം മതിലേൽ ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞിട്ട് അതിൽ ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഫുൾ ക്ലീനിങ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇതൊക്കെ ഫുള്ള് ഇവിടെ അഴുക്കാണ്. ഇത് ഇന്ന് നട്ട ചെടിയാണ്. ആരും ഇല്ലെങ്കിലും നമ്മുടെ ചെടിക്കൊന്നും, വീട്ടിലെ ആളില്ലെങ്കിലും ചെടിക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല. നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇവിടെയൊക്കെ നിറച്ച് പൂപ്പൽ പിടിച്ചും പായൽ പിടിച്ചും ചെയ്തുണ്ടോ. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ റംബൂട്ടാനൊക്കെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. 2 റംബൂട്ടാനുണ്ട്. പിന്നെ പേരയ്ക്ക. എവിടെയാടാ പേരയ്ക്ക? ഒരു പേരയ്ക്ക കാണിക്കട്ടെ. പേരയ്ക്കൊക്കെ ഉണ്ടായി കിടക്കണ്ട്. അപ്പോൾ അവർ ക്ലീനിങ്ങിൻ്റെ പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അടുക്കള പണി ഉണ്ടായിരുന്നു. രാവിലെ ചായ ഉണ്ടാക്കിയതിൻ്റെ പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രം കഴുകാനായിട്ട് ഇങ്ങ് പോകുന്നു കേട്ടോ. പിന്നെ തുണിയിലൊക്കെ വിരിക്കാനുണ്ട്. മഴയായിരുന്നു, തുണിയൊക്കെ ഭയങ്കര താമസമായിട്ട് ഉണങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ വലിയ കാര്യമായിട്ട് വെച്ച് തുടങ്ങിയിട്ടില്ല. വന്ന് ഒന്ന് ക്ലീനിങ്ങൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞതിന് ശേഷമായിട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ വെച്ച് തുടങ്ങുള്ളൂ. പിന്നെ രാവിലെ ഒരു ചായ വെച്ചിരുന്നു, അതിൻ്റെ പാത്രമാണ് കേട്ടോ ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കഴിക്കാനായിട്ട് പോണത് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ക്ലീൻ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ചേട്ടൻ ആ ഭാഗം ക്ലിയർ ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തുണി വിരിക്കാനുണ്ടായിരുന്നു. ഞാൻ തുണി വിരിക്കാൻ വന്നേക്കാണ് കേട്ടോ. നമ്മൾ മസ്കറ്റിലിങ്ങനെ ഈ റൂമിൽ തന്നെ, ഫ്ലാറ്റിൽ തന്നെ ഇരുന്ന് ഇവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. വാതിക്കലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഇത്രയും പച്ചപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് തന്നെ ഒരു കുളിർമ. നമ്മുടെ റംബൂട്ടാൻ, വാതിക്കല റംബൂട്ടാനും കാച്ചിട്ടുണ്ട്. പിന്നെ വെള്ളമാണ് നമ്മൾ തുണികളൊക്കെ ഇടണേ. ഞാനിപ്പോൾ തുണികളൊക്കെ മഴ വന്ന് മൊത്തം നാശമായി കിടക്കുക. പക്ഷെ മഴ ഒരു സുഖമുള്ള അനുഭവമല്ലേ. ഇവിടെയും ഭയങ്കര സുഖമുള്ളൊരു ഭാഗമാണ് കേട്ടോ. ഇവിടെ വന്നിരുന്നാൽ നല്ല തണുപ്പും നല്ല ചെറിയ കാറ്റും ഒക്കെ കിട്ടും. എനിക്ക് ഇവിടെയൊക്കെ വന്നിരിക്കണം ഭയങ്കര ഇഷ്ടമാണ്. തുണികളൊക്കെ കിടക്കാണ്. എപ്പോഴും മഴയില്ല കേട്ടോ. കുറച്ച് നേരം മഴ പെയ്യും, കുറച്ച് നേരം മഴ പെയ്യില്ല. അങ്ങനെ ഒരു കാലാവസ്ഥയിലാട്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് തുണിയെടുത്ത് പുറത്തേക്ക് മുറ്റത്തേക്ക് കൊണ്ടിടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണ കാരണം. അപ്പോൾ ഇന്നും അതിൽ ഇങ്ങനെ ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ പുറത്തേക്ക് ഇട്ട് ഉണക്കാനായിട്ട് നിൽക്കുന്നില്ല കേട്ടോ. ഞാനപ്പോൾ ഇപ്പോൾ ഇവിടെ തന്നെ വിരിച്ചിടുക. ഇവിടെ കുറച്ച് അഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഇട്ട് ഉണക്കാമെന്ന് കരുതി അവിടെ തന്നെ വിരിച്ചിടുകയാണ്. അനീഷേട്ടൻ കൈമാറി. ഇനി മാളുവിൻ്റെ പ്രയത്നം കേട്ടോ. മാളാണ് പഠിക്കുന്നത്. നല്ല അഴുക്കുണ്ട്, കളയുമ്പോൾ അറിയാം. ഇത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ റാണി ചേച്ചിയാണ്. അവിടെ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നല്ല രസം. ഹായ്. ഇവിടെ ഫ്രണ്ടിലൊരു റംബൂട്ടാനുണ്ട്. അതിൽ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇപ്പം ചെടിയെല്ലാം പുല്ലൊക്കെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാം വെട്ടി നിർത്തിയേക്കാണ് കേട്ടോ. പക്ഷെ ഒന്ന് കേടുപാടൊന്നും പറ്റിയിട്ടില്ല. മക്കളെ കൊച്ചിന് പറ്റാവുന്ന കൊച്ചിന് പറ്റാവുന്നിടത്ത് കൊച്ചി ചെയ്യട്ടെ.
അത്രയാക്കി പെയിൻറ്റ് ജയിച്ചിനൊക്കെ അടിച്ചിട്ട് ഇവിടെ കഴിയണം. അങ്ങനെ മഴയൊക്കെ തുറന്ന സമയം നോക്കി ഇരുന്ന് ഞങ്ങളിതേ ഇതുപോലെയാക്കി എടുത്തിട്ട് നമ്മുടെ മതിൽ ഒരു വെട്ടം വെച്ച പോലെ ഉണ്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞു, ഒത്തിരി സമയമായി. ഇനിയിപ്പോൾ ഒന്ന് ചോറുണ്ണാൻ പോകണം. ചോറുണ്ണാൻ പോകണം എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങോട്ടേക്കാണ്. ഒരുപാടൊന്നും പോകണ്ട കേട്ടോ വീട്ടിലേക്ക്. അപ്പം നമ്മുടെ തറവാട് ഇതാണ്. ഇങ്ങോട്ടേക്ക് ഒരു നടന്നു വരാനുള്ളൂ കേട്ടോ. മഴയായിരുന്നു, നമ്മൾ വണ്ടി കൊണ്ട് പോകുന്നു. ബാക്കി ഫ്രണ്ടിലും കൂടെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചിട്ട് പോകണം നമുക്ക്. അപ്പോൾ ഈ വഴി നല്ല രസമാണ് കേട്ടോ. ഇവിടെ നമ്മുടെ വീടിരിക്കുന്ന പരിസരമൊക്കെ ഭയങ്കര സുഖമുള്ളൊരു ഏരിയ ആണ് കേട്ടോ. തിരക്കില്ല, വണ്ടിയുടെ ഒച്ചയില്ല. പിന്നെ ഇവിടെ മയിലൊക്കെ വരും കേട്ടോ. മിക്കപ്പോഴും ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. മയിലൊരു ആദ്യം കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ മുകളിലുണ്ട് കേട്ടോ. വെളിയിൽ കയറിയിരിക്കുകയാണ് അയാൾ. ഇന്നാൾ വന്നപ്പോൾ വാതിക്കുകയുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുകയായിരുന്നു. ആളുള്ളിലേക്ക് കയറാൻ നോക്കുമായിരുന്നേ. അപ്പോൾ കാറിൻ്റെ ഒച്ച ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പോവും. അത് കാരണം ഞാൻ മാത്രം ഇറങ്ങി ഒന്ന് നോക്കാമെന്ന് കരുതി. മയില് വെള്ളം വന്നിപ്പുണ്ട്. ആ ഇതാണ് നമ്മുടെ ജാക്കി. ഇറക്കണ്ടാട്ടോ മോള്. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങളുടെ അനിയത്തിക്കുട്ടി. ഞങ്ങളെ കാത്തിരുന്ന് പാവം വിഷമിച്ചപ്പോൾ ചോറ് കണ്ടായിരുന്നോ. അപ്പം അമ്മ ചോറൊക്കെ കൊണ്ടിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒത്തിരി താമസിച്ചു കേട്ടോ. തീർത്തിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്ന. അപ്പം ഞങ്ങൾ ഇനി ചോറുണ്ണട്ടെ കേട്ടോ. അങ്ങനെ സന്ധ്യയായി കേട്ടോ. നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മതിലിൽ ക്ലീൻ ചെയ്യലും കാര്യങ്ങളും ഒക്കെ ഇന്ന് കഴിഞ്ഞ് ഇന്ന് മൊത്തം ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പോഴാണ് സന്ധ്യയായപ്പോൾ കേട്ടോ ഞങ്ങളുടെ പണി കഴിഞ്ഞത്. പണിയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിലേക്കൊന്ന് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.